റീസെന്റ് ഞാനിപ്പോൾ ഒരു ഖത്തർ ബേസ്ഡ് കമ്പനിയിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടും എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സോഫ്റ്റ്രോൺസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് റഹീസ്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഞാൻ ആക്ച്വലി ബിടെക് ഗ്രാജുവേറ്റ് ആണ് ഇൻ പ്രിന്റ് ആൻഡ് ടെക്നോളജി. ദെൻ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഞാനൊരു 1 ഇയറോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈനിങ് ഫേമിൽ. ദെൻ അതിനുശേഷമാണ് ഞാൻ ഈ IT കരിയറിനെ കുറിച്ച് അറിയുന്നതും ആ ജോബിൽ റിസൈൻ ചെയ്ത് 3 to 4 മന്ത് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്നതും. ദെൻ അതിനുശേഷം ഞാനൊരു ഇന്റേൺ ആയിട്ട് കമ്പനി വർക്ക് ചെയ്തിരുന്നു ലൈക്ക് 6 മന്ത്. ദെൻ പിന്നെയാണ് ഞാൻ ജോബിന് നോക്കുന്ന സമയത്ത് എൻ്റെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ലൈക്ക് DSA ആൻഡ് സം ലോജിക്കൽ ആ ഒരു ഏരിയ എല്ലാം എനിക്ക് ആക്ച്വലി ഒരു മെന്ററിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ടി വന്നു. പിന്നെയാണ് ഞാൻ സോഫ്റ്റ്വെയർസിനെ പറ്റി അറിഞ്ഞതും അതുപോലെ അവരെ കോൺടാക്ട് ചെയ്തതും. ദെൻ അവരൊരു സെഷൻ കണ്ടക്ട് ചെയ്തു. എൻ്റെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് അവർ പറഞ്ഞു തന്നു. ദെൻ ബേൺസ്റ്റാക്ക് ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റേൺഷിപ്പ് ആയിട്ട് 3 മന്ത് കോഴ്സ്. ദെൻ ഇവിടെയുള്ള റിവ്യൂസ് അതുപോലെ മോക്ക് ഇന്റർവ്യൂസ്, ലോജിക്കൽ റൗണ്ട്സ്, ആപ്റ്റി ടെസ്റ്റ് ഇതെല്ലാം ദ ബെസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഞാനിങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിരുന്നു. സോഫ്റ്റ്രോണിക്സിലാണ് എനിക്ക് ഒന്നും കൂടി അവർ ഫസ്റ്റ് റൗണ്ട് ഓഫ് ലൈക്ക് എൻ്റെ വീക്ക് ഏരിയ എന്തൊക്കെയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്തത്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ബേൺസ്റ്റാക്കിലാണ്. ഇതുകൊണ്ടാണ് ബേൺസ്റ്റാക്ക് ചൂസ് ചെയ്തത്.